നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ്. ഇതിൽ 14-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ചെറു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ ഭഗവാൻ പറയുകയുണ്ടായി, ഈ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും മനസ്സാ സന്യസിച്ചുകൊണ്ട്, എല്ലാ സർവകർമ്മങ്ങളും അന്നത്തെ കാലഘട്ടത്തിലെ വൈദിക കാലഘട്ടത്തിലെ നിത്യനൈമിത്തിക കാമ്യ കർമ്മങ്ങൾ, അപ്പോൾ യാഗയജ്ഞാദികൾ ആ രീതിയിലുള്ള ഹോമാധികാര കർമ്മങ്ങളെല്ലാം പരിത്യജിച്ചുകൊണ്ട് ഇന്ന് വരുമ്പോൾ ഈ ശരീരങ്ങളിലെല്ലാം ആത്മബോധത്തോടു കൂടി, ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ആത്മബോധം, അതാണ് നിത്യമായ പരമാത്മാവായ സന്യാസം. അപ്പോൾ ഇവിടെ ഒരു കർമ്മയോഗി തന്നിൽ ഈ കർമ്മങ്ങളൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് ശരീര മനോബുദ്ധികൾ കൊണ്ടുവന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർത്ഥം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലങ്ങളിലും ഇച്ഛ വയ്ക്കാതെ, സംഘം വയ്ക്കാതെ, സുഖദുഃഖങ്ങളിൽ ഈ രാഗദ്വേഷങ്ങളില്ലാതെ, അഹന്ത മമതകളില്ലാതെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു എന്ന്, അതിലൂടെ ചിത്തശുദ്ധിയും ആത്മജ്ഞാനവും നേടുന്നു എന്നിവിടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്നിൽ ശരീരത്തിലൊന്നും കർത്തൃത്വമോ കർമ്മമോ ഇല്ലെങ്കിൽ അത് പിന്നെ ആത്മാവിലുണ്ടോ? അത് ആത്മാവിലില്ല. ആത്മാവ് ഒരിക്കലും ഇവിടെ കർത്തൃത്വമോ, അതായത് കർത്താവ് എന്നുള്ള ആ ഒരു ഭാവമോ, അല്ലെങ്കിൽ കർമ്മമോ, അല്ലെങ്കിൽ കർമ്മഫല സംയോഗമോ പ്രഭുഹു ഇവിടെ ചെയ്യുന്നില്ല. സൃജതിഹി എന്ന് പറഞ്ഞു. ലോകസ്യ സൃജതി പ്രഭുഹു എന്ന് പറഞ്ഞു. അതായത് പരമാത്മാവ് ഇവിടെ യാതൊന്നും ഒരാൾക്കും കർത്തൃത്വമോ കർമ്മമോ ആ കർമ്മത്തിനുള്ള ഫലത്തെയോ സൃഷ്ടിക്കുന്നില്ല. അതെല്ലാം പിന്നെ ഉണ്ടാകുന്നതോ ആ ജീവൻ്റെ അജ്ഞാനം കൊണ്ടാണ് ജീവഭാവം, അവിദ്യമായ. അപ്പം അതിന് കാരണമായി ജീവൻ ഇവിടെ സുഖദുഃഖങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഇവിടെ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവിവേകത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ പ്രകൃതിയാണ്. അതിനാണ് പറഞ്ഞത് അവിദ്യാലക്ഷണ പ്രകൃതി സാ മായ പ്രവർത്തതേ. മായയാണ്, മായ കൊണ്ടാണ് ഇവിടെ എല്ലാം, അജ്ഞാനം കൊണ്ടാണ് ഇവിടെ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഫലം ഇച്ഛിക്കുന്നു, ഫലം എന്നിലേക്ക് വരുന്നു എന്നെല്ലാം ആ ജീവൻ്റെ മായ കൊണ്ടുണ്ടാകുന്ന ആ ജീവഭാവത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം വരുന്നത്. അവിടെ ഈശ്വരൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് എടുത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. പരമാത്മാവ് യാതൊന്നും ഇവിടെ സൃഷ്ടിക്കുന്നില്ല. അതുപോലെ പരമാർത്ഥത്തിൽ അടുത്ത ഒരു ശ്ലോകം പരമാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയാണ്. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അതുകൊണ്ട് പ്രാണികൾ തെറ്റിദ്ധരിക്കുന്നു. എന്താണ് തെറ്റിദ്ധരിക്കുന്നത്? വിഭുഃ പരമാത്മാവ്, വീണ്ടും പറയാണ്, പരമാത്മാവ് കസ്യചിത് പാപം ന ആദത്തെ, ഒരുവന്റെ പാപത്തെയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ ഒരാളുടെ പാപത്തെയും ആ പരമാത്മ തത്വത്തിൽ സ്വീകരിക്കുന്നില്ല. അപ്പോ സുഹൃതം ചെന്ന ആദത്തെ, സുഹൃതത്തെയും സ്വീകരിക്കുന്നില്ല തന്നെ. ഞാൻ ഒരുവന്റെ പാപത്തെയോ സുഹൃതത്തെയോ പുണ്യത്തെയോ ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ഈശ്വരന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, പരമാത്മമായ തത്വത്തിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും എന്നിലെത്തുന്നില്ല. ഞാൻ ആർക്കും അത് അങ്ങനെ ഒരു കൊടുക്കുന്നുമില്ല. ഒരാൾക്കും പുണ്യവും കൊടുക്കുന്നില്ല, പാപവും കൊടുക്കുന്നില്ല. അത് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതുപോലെ സ്വീകരിക്കുന്നുമില്ല ആരുടെയും എന്ന് ആ പരമാത്മ തത്വത്തെ പറയണേ. ദേവതകളുടെ കാര്യങ്ങളല്ല ഇവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുണ്യവും പാപവും കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല. അതെല്ലാം അജ്ഞാന കാര്യമാണ് എന്നാണ് പറയുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ അത് അജ്ഞാന കാര്യമാണ്. പുണ്യവും പാപവും സുഖവും ദുഃഖവും എല്ലാം അജ്ഞാന കാര്യമാണ്. ജീവഭാവം കൊണ്ട് ആ ജീവൻ അനുഭവിക്കുന്നതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. ആ പ്രകൃതി മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് അത് വരുന്നത്. അത് കാരണം അറിവില്ലായ്മ തന്നെ എന്നാണ്. അപ്പോൾ നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭുഃ ആരുടെ പാപത്തെയും പരമാത്മാരുടെ, അത് പാപം ഭക്തൻ്റെയോ? ആ ഭക്തൻ്റെയും ഇല്ല എന്നുള്ളതാണ്. ശങ്കരാചാര്യ എടുത്ത് ചോദിക്കുന്നുണ്ട് അവിടെ. ഭക്തന്റെ അങ്ങനെ പാപമാണെങ്കിൽ ഒരു ഭക്തന്റെ പോലും ഒരു പാപത്തെയും പുണ്യത്തെയും ഭഗവാൻ സ്വീകരിക്കുന്നില്ല, അവന് കൊടുക്കുന്നുമില്ല. ഇത് പരമാത്മ സത്യത്തെ കുറിച്ച് പറയുകയാണ്. പരമാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ബാക്കിയല്ലല്ലോ, ബാക്കി അപ്പം അങ്ങനെ വരുന്നതോ?
ഇവ ഭക്തർ പൂജ, യജ്ഞം, ദാനം, ഹോമം തുടങ്ങി സുഹൃതമായ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നതാണെങ്കിൽ അതെല്ലാം പരമാത്മ തത്വത്തിൻ്റെ ആ വിവേകത്തെ അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എന്തായി, അവനെ അത് തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാണിഹി തേന ജന്തവഹ മുഹ്യന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ശരീര മനോബുദ്ധികളിലൊക്കെ അഹം കരോമി, ഞാൻ ചെയ്യുന്നു, അഹം കാരയാമി, അഹം ഭോക്ഷ്യേ, അഹം ഭോജയാമി, ഞാൻ ഇങ്ങനെ ഭുജിക്കുന്നു, ഞാൻ കഴിക്കുന്നു, അല്ലെങ്കിൽ എന്നെല്ലാം ഇങ്ങനെയുള്ള മോഹം കൊണ്ടാണ്, അവിവേകം കൊണ്ടാണ് ഇതെല്ലാം തോന്നുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യിക്കുന്നു, ഞാൻ പാപിയാണ്, ഞാൻ പുണ്യവാനാണ്, ഞാൻ പൂജ ചെയ്യുന്നു, അതിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നു, ഞാൻ ഈശ്വരനെ ആരാധിക്കുന്നു, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് കണ്ടുകൊണ്ട് ഈശ്വര ആരാധനകളൊക്കെ നടത്തി യാഗയജ്ഞങ്ങളും പൂജാദികളും പ്രാർത്ഥനകളും എല്ലാം നടത്തുന്നതെല്ലാം ആ ജീവാത്മാവ് തന്നെ അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ആ അജ്ഞാനത്തിന് കാരണമായിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഞാൻ ഒരാൾക്കും പാപം കൊടുക്കുന്നുമില്ല, ആരുടെ പാപത്തെയും പുണ്യത്തെയും ഒന്നും സ്വീകരിക്കുമെന്നില്ല എന്ന പരമാത്മമായ തത്വത്തെ ആ ഈശ്വരൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. അജ്ഞാനേന ജ്ഞാനം ആവൃതം തേന ജന്തവഹ മുഹ്യന്തി. അജ്ഞാനം കൊണ്ട് വിവേകജ്ഞാനം, ആത്മബോധത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതായത് മായ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിദ്യയ്ക്ക് കാരണമായിട്ടാണ് ജീവഭാവം. അതുകൊണ്ട് ജന്തവഹ മുഹ്യന്തി. ഇവിടെ പ്രാണികൾ തെറ്റിദ്ധരിക്കുന്നു. എന്താണ് തെറ്റിദ്ധരിക്കുന്നത്? ശരീര മനോബുദ്ധികളിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭുജിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഭോഗം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നു എന്നതെല്ലാം ഈ വിവേകമില്ലായ്മയാണ്. അല്ലെങ്കിൽ ജീവാത്മാവ് തന്നെ വിവേകമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളുമാണ്. അതിലൊന്നും പരമാത്മാവിന് അല്ലെങ്കിൽ പരമാത്മ തത്വത്തിന് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല. ഈശ്വര സ്വരൂപത്തിന് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എടുത്തെടുത്ത് ഭഗവാൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അജ്ഞാന ആവൃത്തിയുള്ള ജീവൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് പറഞ്ഞത്, കർമ്മയോഗത്തിലൂടെ, ചിത്തശുദ്ധിയിലൂടെ, ആത്മബോധത്തിലൂടെ തൻ്റെ സ്വരൂപത്തെ, തൻ്റെ നിത്യശുദ്ധമായ ഈ പരമാത്മ തത്വത്തെ ബോധിച്ചോളണം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ നിവൃത്തിയാണ് ഒന്നുകൂടി പറയുന്നത്. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ആത്മനഃ ജ്ഞാനേന തു യേഷാം തത് അജ്ഞാനം നാശിതം. ആത്മതത്വത്തിൻ്റെ ജ്ഞാനം കൊണ്ട്, യേഷാം തത് അജ്ഞാനം, ആരുടെ ഈ അജ്ഞാനത്തെ, നാശിതം, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, തേഷാം ജ്ഞാനം ആദിത്യവത് പരം യത് പ്രകാശതി. അവിടെ എന്താണ്, ഈ ജ്ഞാനം സൂര്യനെ പോലെ പരമായ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ എന്ന പോലെ ആ ആത്മജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനം ഇല്ലാതായി ഈ ആത്മതത്വത്തെ, എങ്ങനെയുള്ള തന്നിൽ ഇതൊരു യാതൊരുവിധ കർമ്മങ്ങളൊന്നുമില്ല, നിത്യശുദ്ധ മുക്ത സ്വഭാവമാണ് തൻ്റെ സ്വരൂപം, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, അഹം ഏവ അവ്യയ, സച്ചിദാനന്ദരൂപോഹം അഹമേവാഹം അവ്യയ, സച്ചിദാനന്ദ സത്തും ചിത്ത് ആനന്ദ സ്വരൂപമായ എനിക്ക് അവ്യയമായ, നാശമില്ലാത്ത നിത്യശുദ്ധ മുക്തോഹം, നിത്യശുദ്ധനായ മുക്തനാണ്, നിത്യവും മുക്തൻ, നിത്യശുദ്ധവുമാണ്. അങ്ങനെയുള്ള തൻ്റെ സ്വരൂപത്തെ, ഇതിലൊന്നും സ്പർശിക്കാത്ത ആ ആത്മതത്വത്തെ, മൃത്യുഞ്ജയത്തെ, ഇതൊക്കെയാണ് മൃത്യുവിനെ ജയിക്കുക എന്ന് പറയുന്നത് ഇതിനെയാണ്. ശരീര മനോബുദ്ധികളിലാണ് വൃദ്ധിക്ഷയ നാശങ്ങളെല്ലാം ഉണ്ടാകുന്നത്, മൃത്യുവെല്ലാം ഉണ്ടാകുന്നത്. ജീവാത്മാവ് മരിക്കുന്നു, ഞാൻ മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, പുണ്യപാപങ്ങൾക്കനുസരിച്ചെല്ലാം അതൊക്കെ മായയ്ക്ക് അടിസ്ഥാനമായിട്ടാണ്, മായയ്ക്ക് അധീനമായിട്ടാണ്, മായയുടെ വികൃതികളാണ് അതെല്ലാം. അപ്പോൾ മൃത്യുഞ്ജയം എന്ന് പറയുന്നത് എന്തിനാ? ആത്മതത്വബോധത്തെയാണ്, മൃത്യുവിനെ ജയിക്കുക. ഞാൻ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഞാൻ നിത്യശുദ്ധമാണ്, എന്നിൽ ജനന മരണങ്ങളില്ല, കർമ്മങ്ങളില്ല, കർത്തവ്യങ്ങളില്ല എന്നുള്ളത് അത് ഈ ശരീരത്തെ കൊണ്ടുവന്ന് മടിയനാകാനല്ല, പക്ഷേ പരമമായ തത്വത്തെ ബോധിക്കാനാണ്. ശരീര മനോബുദ്ധികളെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, പക്ഷെ അതിലൊന്നും ഞാൻ അതിലൊന്നും ബന്ധപ്പെടുന്നില്ല പരമാർത്ഥത്തിൽ എന്നാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ നമ്മളെ സ്വപ്ന ശരീരം എടുത്ത് അവിടെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ കടുവയും പുലിയെ കണ്ട് പേടിച്ചാലും, അല്ലെങ്കിൽ അവിടെ വന്ന് നമുക്ക് വല്ലതും നല്ലതായാലും സുഖമായാലും ദുഃഖമായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും അതൊന്നും ഉണർന്ന ശേഷം ഇല്ല എന്ന് അറിയുന്നില്ലേ?
എന്നതുപോലെ തന്നെ ഈ ജാഗ്രത അവസ്ഥയിലും ഈ അവസ്ഥയിലും ഇവിടെ എല്ലാം നടക്കുമ്പോഴും ഇതിലൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നില്ല, ഒന്നും ഇതിൻ്റെ ഫലങ്ങളൊന്നും ഭുജിക്കുന്നില്ല എന്ന ആ പരമാത്മ തത്വത്തെ ബോധിക്കുന്നു. ഇതെല്ലാം ഉപാധിയാണ്, ഇതിലേക്ക് താതാത്മ്യപ്പെടുന്നില്ല. ഏതിലേക്ക്? ശരീര മനോബുദ്ധികളുടെ കാര്യങ്ങളിൽ ഒരു ജ്ഞാനി താതാത്മ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനിയുടെ വെളിച്ചം എന്നുള്ളത് പകല് അജ്ഞാനിക്ക് ഇരുട്ടാണ്, അജ്ഞാനിയുടെ പകലോ ജ്ഞാനിക്ക് ഇരുട്ടാണ്. അതില്ല ജ്ഞാനിയിൽ. അജ്ഞാനിയുടെ ആ ഭാവം ജ്ഞാനിയിലില്ല, ജ്ഞാനിക്ക് ഉണ്ടാകുന്ന ആ ബോധം അജ്ഞാനിക്കും ഇല്ല. അതുകൊണ്ട് രണ്ടും അങ്ങോട്ടും പരസ്പരം നേരെ വിപരീതമാണ്. അപ്പോൾ ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മ തത്വം. പക്ഷേ അജ്ഞാനം കൊണ്ട് ജീവഭാവത്തിൽ അതിൻ്റെ സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നു. അതെല്ലാം മായയുടെ വികൃതികളാണ്, മായയാലാണ് നടക്കുന്നത്. പരമാത്മ തത്വത്തിൽ അല്ലെങ്കിൽ പരമാത്മന്റെ സ്വരൂപത്തിൽ ഇങ്ങനെ യാതൊന്നുമില്ല എന്ന് ഭഗവാൻ അർജുനോട് പറയുകയാണ്. ആ പരമാത്മ തത്വത്തിൽ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പറയുകയാണ്, എന്നിൽ അല്ലെങ്കിൽ നിന്റെ തത്വത്തിൽ, ഈ പരമാത്മ തത്വത്തെ ബോധിക്കേ, ഇതിൽ യാതൊന്നുമില്ല, ഇങ്ങനെ ബോധിക്കണം. ഇങ്ങനെ ബോധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോധം അങ്ങനെ ഉണ്ടാകുന്നു ആ ചിത്തശുദ്ധിയിലൂടെ. ഈ അഹന്ത മമതകളെല്ലാം, ഈ അഹന്തയും മമതയൊക്കെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, ഇതൊക്കെ ആളിക്കത്തി നിൽക്കുമ്പോൾ ഇതൊന്നും അറിയില്ല. നമ്മൾ ഈ ലോകത്തോട് ബാഹ്യമായ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും അതിലെല്ലാം താതാത്മ്യപ്പെട്ടുകൊണ്ട് അതിലെല്ലാം ആസക്തരായി വീണ്ടും വീണ്ടും കർമ്മബന്ധനങ്ങൾ പെടുന്നു. ഇതെന്നെല്ലാം മുക്തനാവാൻ എന്ത് ചെയ്യണം? എല്ലാം ഈശ്വരാർപ്പണമാണ്, എല്ലാം ഈശ്വര ഇച്ഛയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഈശ്വരാർപ്പണമായിട്ട് എല്ലാം ഈശ്വരൻ തന്നെ, എല്ലാം നീ തന്നെ എന്നറിഞ്ഞുകൊണ്ട് ഈ ജീവിതമേ ഈശ്വരന് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ അഹന്ത മമതകളെ അവിടെ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഫലങ്ങളിലൊന്നും സംഘമില്ലാതെ ചെയ്യുമ്പോൾ മനഃശുദ്ധിയും അതിലൂടെ ഈ പരമായ തത്വത്തെ, ഈ നിത്യശുദ്ധ മുക്ത സ്വഭാവത്തെ, തൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതുതന്നെയാണ് മൃത്യുഞ്ജയം, മുക്തി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മൃത്യുഞ്ജയ ഹോമം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ വേറെ തരത്തിൽ ദേവതകളിൽ നിന്നുണ്ടാകുന്നു, അത് വേറെ. ശരിയായ മൃത്യുവിനെ ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ആത്മജ്ഞാനം തന്നെയാണ്. അറിവില്ലായ്മയിൽ നിന്നും ഞാൻ ജനിക്കുന്നു മരിക്കുന്നുള്ളൂ എന്നല്ല, ഈ ജീവാത്മഭാവത്തിൽ നിന്നും ആ പരമാത്മ തത്വത്തെ, ജീവപരമാത്മ ഏകത്വത്തെ ബോധിക്കുന്നതിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകം, തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ടാ തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂത കൽമഷാഃ. തദ്ബുദ്ധയഃ, എങ്ങനെയുള്ള പരമാത്മാവിൽ തന്നെ ബുദ്ധി നിർത്തിയവരും, കർമ്മയോഗത്തിൻ്റെ ആ കർമ്മയോഗിയെ കുറിച്ച് തന്നെ പറയണേ. കർമ്മയോഗിയും ആത്മജ്ഞാനിയാണ്. ആ പൂർണ്ണമായ മുക്തി ലഭ്യമായിട്ടില്ലെങ്കിലും, അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും, പൂർണ്ണമായ അജ്ഞാനനാശം, അജ്ഞാനത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ പൂർണ്ണമായി മാറിയില്ല എങ്കിലും കർമ്മയോഗിയും ആ പരമമായ ആ ഒരു വലിയ ശ്രേഷ്ഠ നില തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പരമാത്മാവിൽ തന്നെ ബുദ്ധി നിർത്തിയവരും, തദാത്മാനഹ, അങ്ങനെ പരമാത്മ സ്വരൂപത്തോടു കൂടിയവരും, തന്നിഷ്ഠ പറഞ്ഞാൽ സർവാണി കർമാണി സന്യസ്യ ബ്രഹ്മണി ഏവ അവസ്ഥായാം യേഷാം തന്നിഷ്ഠ, തത് നിഷ്ഠ എന്ന് പറയുന്നത്. അതൊക്കെ ശങ്കരഭാഷ്യത്തിൽ പറയുന്നതാണ്. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ നിലനിർത്തിയ, അതിൽ നിലയുറപ്പിച്ചവരാണ്. തത്പരായണാഹ, പരമാത്മാവ് തന്നെയാണ് ഏറ്റവും പരമായിട്ടുള്ള ഗതിയുള്ളത്. അത് തന്നെയാണ് പരമായിട്ടുള്ള ഗതി, അല്ലെങ്കിൽ അത് തന്നെയാണ് ആത്മരതി. ആ ആത്മരതിയിലിരിക്കുന്ന ആ കർമ്മയോഗി, അല്ലെങ്കിൽ ആത്മാവിന് ഭിന്നമായി മറ്റൊന്നും ഇല്ലെന്നറിഞ്ഞുകൊണ്ട്, അത് തന്നെയാണ് സത്യമായ തൻ്റെ സ്വരൂപം എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനനിർധൂത കൽമഷഃ, പരമാത്മബോധം കൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെല്ലാം നിർധൂത കൽമഷ, അതെല്ലാം നശിപ്പിച്ചു. ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു, ഞാൻ ചെയ്യിപ്പിക്കുന്നു, ഇതെല്ലാം തന്നിലില്ല, ഇതെല്ലാം ശരീര മനോബുദ്ധികളാണ്. ഇത് ആത്മാവിൽ യാതൊന്നും ഇത് സ്പർശിക്കുന്നില്ല. ഇപ്പോൾ എന്നിൽ സ്വപ്നത്തിൽ പലതും നടക്കുന്നുണ്ട് അല്ലേ? സ്വപ്നത്തിൽ ശരീരം കൊണ്ട് ഈ സ്ഥലകാലങ്ങൾ, സ്ഥലം കാലം അല്ലേ, ദേശകാലങ്ങൾക്ക് ദേശകാലാവധിഭ്യാം നിർമുക്താം നിത്യമുക്താം ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ചെല്ലാറുണ്ട്, പല പാരായണങ്ങളിലും മറ്റുള്ളവരെയൊക്കെ ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ സ്തോത്രങ്ങളൊക്കെ ചെല്ലും. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായാലും
അതിനെ ശരിയായിട്ട് ഇതാണ് പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിലൊന്നുമില്ല. നമ്മൾക്കത് ഈ ശരീരത്തിന് എങ്ങനെ ആ സ്വപ്ന ശരീരം ബന്ധിക്കുന്നില്ലല്ലോ ഇല്ലയോ, അല്ലെങ്കിൽ ഉണർന്നവന് സ്വപ്നം എങ്ങനെ മിഥ്യയായിട്ട് നിൽക്കുന്നുവോ, അത് പരമാർത്ഥമല്ല, അത് സ്വപ്നമാണെന്ന് ആ സമയത്ത് ഉണർന്ന ശേഷമാണ് അറിയുന്നത് എന്നത്. പക്ഷേ അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അതെല്ലാം സത്യമാണ്. ആ ജീവാത്മാവ് അവിടെയുണ്ട്. അവൻ്റെ ഒരു ജീവിതം തന്നെ ഒരു സ്വപ്നമായി തീരാം. അവിടെ സമയം പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമായിരിക്കും. നമ്മൾ 2 മിനിറ്റേ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എവിടേക്കോ പോയി എന്തൊക്കെയോ ചെയ്ത് ഏതൊക്കെ വന്നിട്ടുണ്ടാവും. അവിടുത്തെ സമയം പറയുന്നതും ഇവിടുത്തെ സമയം പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഒന്നും നടന്നിട്ടില്ല. അവിടെ സമയാതീതനാണ്. എന്നിലൊന്നും സംഭവിച്ചിട്ടില്ല. സ്വപ്നത്തിൽ ഉണർന്ന ശേഷം അതല്ലേ പറയുന്നത്. അതുപോലെ ഇവിടെയും സമയാതീതനാണ്. അപ്പോൾ ഈ ദേശങ്ങളും കാലങ്ങളും, ദേശം കാലം, അതാണ് ഈ കാലാതീനം. കാലനെയും ജയിച്ചു, സമയത്തെയും അതിജീവിച്ചു, മരണത്തെയും അതിജീവിച്ചു. നിത്യമാണ്, ശുദ്ധമാണ് തൻ്റെ സ്വരൂപം. ആ സുഷുപ്തിയിലുള്ള തൻ്റെ സ്വരൂപം എങ്ങനെയാണ്? സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് ഉണർന്ന ശേഷം പറയുന്നില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഉറക്കത്തിലും സ്വപ്നത്തിലും അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും ആ സുഷുപ്തൻ്റെ, ആ നിത്യമുക്തൻ്റെ സ്വരൂപം തന്നെയാണ് ഇവിടെ ഉള്ളത്. യാതൊന്നും സംഭവിച്ചിട്ടില്ല. സിനിമയെല്ലാം കർട്ടനിൽ നടക്കുന്നു അല്ലേ, സ്ക്രീനിൽ സിനിമയെല്ലാം നടക്കുന്നു. ഫസ്റ്റ് ഷോ നടക്കുന്നു, സെക്കൻഡ് ഷോ നടക്കുന്നു എന്ന പോലെ ഈ ജാഗ്രതയും സ്വപ്നവും ഒക്കെ നടക്കുന്നു. നോൺ ഷോ, സെക്കൻഡ് ഷോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പക്ഷെ അതെല്ലാം നടക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? അവിടെ ആ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കുറേ വണ്ടികളും തീവണ്ടികളും അല്ലെങ്കിൽ ഒരു ജീവിതങ്ങളും പല ആൾക്കാരും ഒന്നും അവിടെ വന്നിട്ടില്ല. എന്നതുപോലെ ഇവിടെയും യാതൊന്നും സംഭവിച്ചിട്ടില്ല. പരമാത്മ തത്വം മാത്രമേ ഉള്ളൂ. ഈ ദേശകാലങ്ങൾക്കെല്ലാം അതീതമായ തൻ്റെ സ്വരൂപമാണ്, ഈ തത്വമാണ് ഇവിടെയുള്ളൂ. ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുന്ന ജ്ഞാന നിർധൂത കൽമഷാഹ, ആ പരമാർത്ഥ ബോധം കൊണ്ട് കർത്തൃത്വം, കർമ്മം, കർമ്മഫലം ഇതെല്ലാം തന്നെത്താൻ അറിവുകൊണ്ട് ഇല്ലാതായി, കരിഞ്ഞുപോയി. അതുപോലെ ആ അറിവ് കൊണ്ടാണ് ഇല്ലാണ്ടാവണം, അല്ലാതെ കർമ്മം കൊണ്ടല്ല. ആ അറിവ് കൊണ്ട് തന്നിലൊന്നുമില്ല, യാതൊന്നുമില്ല. ശരീര മനോബുദ്ധികളുടെ ധർമ്മങ്ങളൊന്നും തന്നിലില്ല, തൻ്റെ ധർമ്മങ്ങളല്ല ഇതൊന്നും, ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ എന്ന ആ ജീവാത്മാവ് ആ പരമാത്മ തത്വത്തെ, തൻ്റെ സ്വരൂപത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പുനരാവൃത്തിയില്ലാത്ത ഏതിനെ, മോക്ഷത്തെ ഗച്ഛിത, അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ പുനരാവൃത്തി, പിന്നെ ഒരു ജീവാത്മാവൊന്നുമില്ല. അറിഞ്ഞു ഇനി വീണ്ടും അജ്ഞനാവുമോ എന്നാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്നല്ലേ ഇങ്ങോട്ട് വീണ്ടും വരില്ലുള്ളൂ. അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്നതിനെയാണ് പറഞ്ഞത് മായ. അതാണ് അനിർവചനീയം. അങ്ങനെ സംഭവിക്കാത്തതിനെ സംഭവിച്ചു എന്ന് തോന്നുന്നു. അതിനെയാണ് ശങ്കരാചാര്യർ മായ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് മായയ്ക്ക് അതിൻ്റെതായ അസ്തിത്വമോ സത്യത്വമോ ഒന്നുമില്ല. ഇവിടെ ആകെ ഉള്ളത്, ഇപ്പൊ കയറിൽ പാമ്പിനെ കാണുന്നു പറയുമ്പോൾ അത് ഒരിക്കലും പാമ്പായിട്ടില്ല. പിന്നെ കാണുന്നു പറഞ്ഞാൽ അത് എന്തുകൊണ്ട് കണ്ടു? അപ്പം അതെന്ത് കണ്ടു? അപ്പോൾ കയറിനെ തിരിച്ചറിഞ്ഞാൽ അതെന്തായി? അവിടെ ഇല്ല, പാമ്പില്ലായിരുന്നു തന്നെയല്ലേ അറിയുന്നത്. എപ്പോഴും പാമ്പിനെ കാണുമ്പോഴും അത് കയറ് തന്നെയായിരുന്നു. പാമ്പായി കണ്ടതും അവിടെ പാമ്പ് കയറി വന്നതൊന്നുമല്ല, അത് കയറ് തന്നെയാണ്. അപ്പം ഇല്ലാതിനെ ഉള്ളതായി തോന്നുന്നു. അതാണ് മായ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് അവിടെ അങ്ങനെ ഇല്ലാത്തതൊന്നുമില്ല. അപ്പം ഈ പ്രപഞ്ചത്തിലെ ഇല്ലാത്തതാണെന്നല്ല പറഞ്ഞത്, ഇതെല്ലാം ഉള്ളതാണ്. പക്ഷെ അത് എന്താണ് ഉള്ളത്? അതുകൊണ്ടാണ് പറയണത്, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നത് അഖിലം ഞാനിതെന്ന് അറിയേ വേണ്ടുള്ളൂ. അല്ലാണ്ട് ഇതിനെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. ഒരു കർമ്മം കൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ മാറ്റാനും മറിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ സാധ്യം. ഒരു അറിവ് കൊണ്ട്, ഒരു വെളിച്ചം പോലെയാണ്. ഇരുട്ടത്ത് ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ വല്ലതും മാറുന്നുണ്ട്. അതുപോലെ അറിവ് കൊണ്ട് ഇവിടെ അങ്ങനെ യാതൊന്നും മാറുന്നില്ല. ഇതെല്ലാം ഈ ലോകം ഇങ്ങനെ തന്നെയാണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും സത്യത്തിൽ ഇതിൻ്റെ മുൻപേ കണ്ടുവന്ന ഈ സത്യബുദ്ധി ഇല്ല. ഇപ്പം ഉള്ളത് ആത്മബുദ്ധി, ആ സത്യബുദ്ധി, ശരിയായ പരമാർത്ഥ സത്യബുദ്ധിയാണുള്ളത്. ആ പരമാർത്ഥ സത്യബുദ്ധിയാണ് മുന്നേ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്, എപ്പോഴും അത് മാത്രമാണ്. എന്നതുകൊണ്ട് തന്നെ വീണ്ടും പുനരാവൃത്തി അല്ലെങ്കിൽ അജ്ഞാന ദശയിലേക്ക് വീണ്ടും ജീവനായിട്ട് വരുന്നില്ല. അപ്പം നിത്യമായിട്ടുള്ള പുനരാവൃത്തി ഇല്ലാത്ത മോക്ഷത്തെ, പിന്നെ ദേഹാത്മബന്ധമൊന്നും വരുന്നില്ല എന്നുള്ളത്. പിന്നെ അതിന് പാപാദി സംസാര കാരണമാകുന്നില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഭാവം വന്ന് കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെല്ലാം വന്ന് സുഖദുഃഖാദികൾ വന്ന് പുണ്യപാപങ്ങളെല്ലാം വന്ന് അതിനനുസരിച്ചുള്ള ജന്മങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും യാതൊന്നും ഉണ്ടാകുന്നില്ല. ജീവിച്ചിരിക്കെ തന്നെ ആ കർമ്മയോഗി മുക്തനായിത്തീരുന്നു എന്നിവിടെ ഭഗവാൻ പറഞ്ഞു നിർത്തുകയാണ്. അതിൻ്റെ അടുത്ത ശ്ലോകം അടുത്ത ചെറു വീഡിയോയിൽ ഇനി ജ്ഞാനമുള്ള ഒരു ആത്മതത്വത്തെ ഉള്ളവർ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം.
നമസ്കാരം.